മകനെ, മകളെ, പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞുകൊള്ളുക. നിൻ്റെ ജീവിതത്തിലൊരു ബൈബിൾ യാത്ര ഉണ്ടാകും. ചിലപ്പോഴൊക്കെ പുറപ്പാട് പുസ്തകത്തിലൂടെ നീ കടന്നു പോകേണ്ടി വരും. ഉൽപ്പത്തിയിലെ ജോസഫിൻ്റെ തിരഞ്ഞെടുപ്പ് എന്താണെന്ന് നമ്മൾ ഓർക്കണം. തനിക്ക് തൻ്റെ സ്വന്തം സഹോദരങ്ങളാൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. സഹോദരങ്ങൾ അവനെ പുറന്തള്ളുകയും ഒരു അടിമയെ അവനെ ഈജിപ്തുകാർക്ക് കച്ചവടമാക്കുകയും ചെയ്തു. ഈ നിന്ദനങ്ങളെല്ലാം അനുഭവിച്ചിട്ടും വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾ ഉണ്ടായിട്ടും അവൻ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. പൊത്തിഫറിൻ്റെ ഭാര്യയുടെ പാപത്തിന് വഴങ്ങാതെ ദൈവത്തെ പ്രതി അവൻ ജയിൽവാസം അനുഭവിച്ചു. അതേ മക്കളെ, ജീവിതം കൊണ്ട് നിനക്കൊരു ജോസഫ് അനുഭവം ഉണ്ടാകും. നിനക്ക് ജീവിതം കൊണ്ടൊരു ജോബിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ജീവിതം കൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം എഴുതേണ്ടി വരും. ചിലപ്പോഴൊക്കെ ഒരു യോനാ പ്രവാചകനെ പോലെ ഒളിച്ചോടേണ്ടി വരും. ഒളിച്ചോടാൻ തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാകും. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതം സങ്കീർത്തനത്തിൻ്റെ പുസ്തകം, ആത്മാവിൻ്റെ ദാഹജലാകുന്ന ജീവിതചര്യങ്ങൾ നിനക്കുണ്ടാകും. എന്നാൽ ഇവിടെയുള്ള ഈശോ ജോസഫിനോട് പറഞ്ഞ അതേ വാക്കുകൾ നിന്നോടും പറയുന്നു. ഭയപ്പെടേണ്ട, നീ ലജ്ജിതനാവുകയില്ല, നീ അപമാനിതനാവുകയുമില്ല. നിൻ്റെ യൗവനത്തിൽ അപകീർത്തി നീ വിസ്മരിക്കും. വൈദവ്യത്തിന് നിന്ദനം നീ ഓർക്കുകയുമില്ല. നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിൻ്റെ വിമോചകൻ. ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. ആമേൻ.